ഇന്ന് ഞങ്ങൾ പുലയവാണിഭ മേളയ്ക്ക് പോവാണേ. കുഞ്ഞിൻ്റെ മുത്തശ്ശിയുടെ വീടും പള്ളുരുത്തി. അപ്പോൾ പിന്നെ മുത്തശ്ശി വീട്ടിൽ വന്നപ്പോൾ മുത്തശ്ശിനെ ഡ്രോപ്പ് ചെയ്യാം, എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ അവിടേക്ക് ഒന്ന് പോയി കറങ്ങിയിട്ട് പോകാമെന്ന് വെച്ചു. കഴിഞ്ഞു എന്നൊക്കെ ആയിട്ടോ പറയുന്നത്. പക്ഷേ ഷോപ്പുകളൊന്നും പോയിട്ടില്ല. കുറേയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്നാലും നിറയെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇൻസ്റ്റയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പോകണമെന്ന് തോന്നി, അങ്ങനെ ഇറങ്ങിയതായിട്ടോ. അല്ലെങ്കിൽ ഈ തോപ്പുംപടി പള്ളുരുത്തി ഭാഗത്തൊക്കെ ഫോട്ടോ വെച്ച് ഈ ഭാഗത്തൊക്കെ രാത്രി പോകാനായിട്ട് നല്ല വൈബ്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടോ കാണാനായിട്ട്. ഇപ്പോൾ കുഞ്ഞിന് പിന്നെ ഈ കാഴ്ചയൊക്കെ കാണുന്നതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതാകുമ്പോൾ അവൻ അടങ്ങിയിരുന്നുള്ളൂ കേട്ടോ. കാറിനകത്തൊക്കെ എപ്പോൾ എണീറ്റ് ഇരുന്നെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ അഴകാവ് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ. അവിടെ അധികം തിരക്കൊന്നുമില്ല. പിന്നെ നേരെ പുലയവാണിഭ മേള അങ്ങോട്ട് എൻട്രി കയറി കേട്ടോ. ഈ ക്യാബേജും ഇതൊക്കെ ഇട്ടിട്ട് ഈ കടല ഇതൊക്കെ എല്ലാ ഉത്സവപ്പറമ്പിലും ഉണ്ടല്ലേ ഇപ്പോൾ. പിന്നെ കരിമ്പിൻ ജ്യൂസ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട്. കുഞ്ഞും വന്നത് പിന്നെ കേട്ടോ. ഞാൻ ഈ കൂടുതലും ഇങ്ങനെയൊക്കെയുള്ള മേളകളും ഉത്സവങ്ങളും ഒക്കെ തിരക്കി പിടിച്ച് പോകുന്നത് ഈ ഏതെടുത്താലും 10 രൂപ 20 രൂപ. പണ്ട് ഓച്ചിരി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ആ നൊസ്റ്റൊക്കെ അടിച്ചിട്ടോ. പണ്ട് വൃശ്ചികമാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ അതായിരുന്നു കേട്ടോ വലിയ ഉത്സവം. പിന്നെ മുറം കൊട്ട ഒക്കെ ഉണ്ട്. പിന്നെ തഴപ്പ ഇതൊക്കെ കണ്ടിട്ട് തന്നെ കുറേ നാളായല്ലേ. പിന്നെ വള്ളിപ്പയറോ മീറ്റർ പയർ അങ്ങനെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ തയ്യും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഗ്ലാസ്. ഇവിടെ അടുക്കളയിലേക്ക് വേണ്ട മിക്കവാറും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ക്വാളിറ്റി പൈസയ്ക്കത്ത ക്വാളിറ്റി സാധനങ്ങളാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഭരണിയൊക്കെ ഓക്കെ കേട്ടോ. അതൊക്കെ എല്ലായിടത്തും സെയിം അല്ലേ. കറിച്ചട്ടി പിന്നെ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്കിങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ നടക്കാം. തള്ളൊന്നും കൊള്ളണ്ട. പിന്നെ കുറേ ബാഗുകൾ നമുക്ക് അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ വെക്കാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാഗ് കേട്ടോ. പിന്നെ കുറേ സോഫ്റ്റ് ടോയ്സ്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. ഷോക്കേസിലൊക്കെ വെക്കാം. പിള്ളേരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കുക കേട്ടോ. ഈ കണ്ണും മൂക്കൊക്കെ എപ്പോൾ ഒരു എടുത്തെന്ന് വെച്ചാൽ മതി. പ്രത്യേകിച്ച് കുഞ്ഞിനെ പോലുള്ള ഐറ്റംസ്. എന്നാൽ പൈസയ്ക്കുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. റിപ്പീറ്റ് ആയിട്ടുള്ള ഷോപ്പുകളുണ്ട്. ഒരേ ഐറ്റംസൊക്കെ ഉള്ള കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ കമ്മലുകളുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. കുഞ്ഞിന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ആ ടൈം കൊണ്ട് അമ്മ കുഞ്ഞിന് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കണ്ണാണെങ്കിൽ ആ ടോയ്സിൻ്റെ അടുത്തൊന്നും അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ. വാങ്ങിക്കട്ടെ എന്നൊക്കെ ചോദിക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട, റിസ്ക് ആണ്. ഇവനെ വിശ്വസിച്ച് കൈ കൊടുക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ താത്തയ്ക്കൊക്കെ. ഇതിന് 100 രൂപയുള്ളൂ കേട്ടോ. ഷോക്കേസിലൊക്കെ വെക്കാൻ വാങ്ങിച്ച നല്ല അടിപൊളി ഐറ്റമാണ്. പിന്നെ ഈ ബലൂൺ ഇതും കുഞ്ഞിൻ്റെ ഫേവറേറ്റ്. ഈ ലൈറ്റുള്ള എല്ലാം അവന് ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വാങ്ങിക്കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനലി അതൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഹാപ്പി ഒന്നും അല്ലേ. പിന്നെ ഈ മെഹന്തി ഈ പറയുന്ന ഈ മഷി വെച്ചിട്ട് കയ്യിൽ അടിക്കുന്ന സംഭവം. പണ്ട് ഇതൊക്കെ അടിക്കാനായിട്ടൊക്കെ ആയിട്ട് മെയിൻ ഉത്സവപ്പറമ്പിൽ പോകുന്നു. പിന്നെ കുറേ വളകളും എന്തൊക്കെയായിരുന്നല്ലേ. കുഞ്ഞൻ കുഴപ്പമില്ല, എന്നാൽ അത്ര ഹാപ്പിയൊന്നും അല്ല ലൈറ്റ് ബലൂൺ കിട്ടാത്തതുകൊണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും കാണുമെങ്കിൽ വാങ്ങിക്കൊടുക്കാമെന്ന്. പിന്നെ കടല നമ്മൾ കണ്ടത്. പിന്നെ കുറേ ടോയ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കുഞ്ഞിന് മിക്കവാറും ഇപ്പോൾ ഉത്സവപ്പറമ്പ് തന്നെ അവിടെ ബെഡിലുണ്ട്. പിന്നെ തഴപ്പ പായ് ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റായിട്ട് പിന്നെയും സെയിം ഐറ്റങ്ങളൊക്കെ കാണും. കടല പട്ടാണി അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ പിടിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാവുന്നൊരു കമൻറ്റ് ഇടണേ. ഞാൻ അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ കുറേ നല്ല ഭംഗിയാട്ടോ പക്ഷെ കാണാനായിട്ട്. നല്ല പഴയ പല ടൈപ്പിലെ ഡാലിയൊക്കെ. പണ്ട് അച്ഛൻ പുറത്തായിരുന്നു. അപ്പം അച്ഛൻ കൊണ്ടുവരായിരുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ സീഡ്സ് കൊണ്ടുവരായിരുന്നു. അതൊക്കെ കിളിച്ചിട്ടുണ്ട് കേട്ടോ. ഉത്സവപ്പറമ്പിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടില്ല. എനിക്ക് കറക്റ്റ് ആ പറഞ്ഞ പോലെ തന്നെ വൃശ്ചികത്തിന് പോകുന്ന ഓർമ്മകളാണ് കേട്ടോ. ആ 12 ദിവസം ആവാൻ വേണ്ടി കാത്തിരുന്ന പോലെ അതേപോലെ എനിക്ക് ഗ്രൗണ്ടൊക്കെ അങ്ങനെ കേട്ടോ തോന്നുന്നത്. ശരിക്കും നിങ്ങൾ ഓച്ചിറ പോയവർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. പിന്നെ ചട്ടിയൊക്കെ നോക്കി നടക്കുകയാണെങ്കിൽ മുത്തശ്ശി ഞങ്ങളൊരു സമയത്ത് ഈ ഹാങ് ചെയ്യുന്ന വെള്ളച്ചട്ടി നോക്കി കുറേ നടന്ന് എങ്ങും കിട്ടിയില്ലെന്ന്. അല്ലെങ്കിൽ ഈ ഉത്സവപ്പറമ്പിലൊക്കെ പല വെറൈറ്റി ഐറ്റങ്ങളൊക്കെ കിട്ടും. അത് ഇവിടെയൊക്കെ തന്നെ വരണം കേട്ടോ കിട്ടണമെങ്കിൽ. ഈ എയർ ഫില്ല് ചെയ്ത ഈ ടോയ് കേട്ടോ കുഞ്ഞിൻ്റെ ഫേവറേറ്റ്. അതാകുമ്പോൾ കടിച്ച് പൊട്ടിക്കുമെങ്കിൽ അവൻ അതായിട്ടോ ഇഷ്ടം. ഈ പാവ അതിനേക്കായൊക്കെ അതൊക്കെ കിട്ടണമെങ്കിൽ ഉത്സവപ്പറമ്പിൽ തന്നെ വന്നാൽ അതൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഈ ബജ്ജി മുളക്, കോളിഫ്ലവർ ബജ്ജി അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. പിന്നെ ചട്ടി, കലം, കൂജയിലൊക്കെ നല്ല രസമല്ലേ. എനിക്ക് ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ കാണുന്നത്. ഞാൻ വിചാരിച്ചില്ല കൊച്ചിയിൽ ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നത്. ടൗൺ ആണെങ്കിൽ കൂടി ഉത്സവത്തിനൊക്കെ എൻ്റെ നാട്ടിലൊക്കെ കുറേ ഐറ്റംസ് എനിക്ക് ഇവിടെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് കുറേ നാളാണ്. ഞാൻ ഈ ഒരു ചോറൊക്കെ ഉണ്ടെന്ന് കാണാറുണ്ടല്ലോ ആൾക്കാർ ഈ മണ്ണിൻ്റെ. ഞാൻ അത് അന്വേഷിച്ച് ഇറങ്ങിയതായിട്ട്. അതും എങ്ങും കിട്ടിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കരിമ്പിൻ ജ്യൂസ്. ഹൈജീനിക്കാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അറിയില്ല, എന്നാലും എത്ര വിചാരിച്ചാലും ഞാൻ വാങ്ങി കുടിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. പുറത്ത് നിറയെ കടകളുണ്ട് കേട്ടോ. നടന്ന് കാണാനുണ്ട്. ഇത് അടുത്തൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെയാണ് അമ്മച്ചിയുടെ ബാഗൊക്കെ വെച്ചത്. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്നാ വന്നേന്ന്. അതുകൊണ്ട് അമ്മയുടെ ഐഡിയ ആയിരുന്നു കേട്ടോ. അവിടെ വെച്ചാൽ പിടിച്ചുകൊണ്ട് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളത് അവിടെ വെച്ചിട്ടാണ് ഈ കറങ്ങി നടന്നത്. പിന്നെ അവിടുന്ന് അതൊക്കെ എടുത്ത് പിന്നെ ഈ പുറത്തെ റോഡിൽ കൂടെ പോവുകയാണേ. ആ വഴിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സും കുറേ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ. സെയിം അകത്ത് കണ്ട തന്നെ സെയിം ഷോപ്പുകളാണ്. ഫുഡിൻ്റെയൊക്കെ സെയിം ഏകദേശം ഒരേപോലെയുള്ള സ്റ്റാളുകൾ, പൊരി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ക്ലേ ഐറ്റംസും അതുപോലെ തന്നെ ഈ തഴപ്പ
പുൽപ്പ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ കൂടുതലുള്ളത്. ഇതൊരു ഷോപ്പാണ്, ഇത് സൈഡിലുള്ളൊരു ഷോപ്പാണ്. ഇതെനിക്ക് ഇവർ പറഞ്ഞ് സ്ഥിരം ഇവിടെ ഉള്ളതാണെന്ന്. കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ക്ലേയിലൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ, റേറ്റ് ഇല്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷേ വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല രസമാണ് ഓരോന്നൊക്കെ കാണാനായിട്ട്. ഈ ഗാർഡനൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഹാങ് ചെയ്യാനൊക്കെ കൊള്ളാം കേട്ടോ, നല്ല രസമാണ്. നമ്മളിതൊക്കെ അന്വേഷിച്ച് കിടന്നാലേ കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണും. പൂജ, വലിയ ക്ലേയുടെ ഇത്, സെറാമിക് പോലും ഇതിൻ്റെ മുമ്പിലൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. ചില ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അത്രയ്ക്ക് ഫിനിഷിംഗ് ആണ്, നല്ല ഭംഗിയില്ലേ ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നു 100-600 രൂപ 300 രൂപ ഒക്കെ ഉണ്ട് ചില ഐറ്റംസിന് കേട്ടോ. റേറ്റ് ഒക്കെ ഉണ്ട്, റേറ്റ് ഇല്ലെന്നൊന്നും വിചാരിക്കരുത്, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ഫിനിഷിംഗ് ആട്ടോ. ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ, ഓൾറെഡി 8:30-9 മണി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ നമുക്ക് ഊബറൊക്കെ വിളിക്കാം എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുവാണേ. നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഊബർ വിളിക്കാമെന്നാണ് പറയുന്നത്. കാരണം ഇവിടെയൊക്കെ ഭയങ്കര തിരക്കില്ലേ, എവിടെ നിന്ന് പറഞ്ഞ് ഊബർ വിളിക്കും. ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ എന്തായാലും കുറേ കാണാനുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് അവർ പതുക്കെ നടക്കുന്ന കേട്ടോ. പിന്നെ കുഞ്ഞിനും ഇടയ്ക്ക് വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവനൊന്നും കൊടുത്തില്ലല്ലോ. പുലയവാണിപമേള തിരിച്ച് അവിടെ എത്തി, ആ ഒരു സൈഡൊക്കെ ഫുൾ നടന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുവാണ്. അവിടെയും കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മധുരക്കിഴങ്ങ് 3 കിലോ 100 രൂപ അങ്ങാണ്ട്. അപ്പം മുത്തശ്ശിക്ക് അത് വേണ്ടാന്നൊക്കെ പറയാണ്. പിന്നെ ഇതാണ് കേട്ടോ ഇവിടുത്തെ മീൻ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു ഉത്സവത്തിന് നോൺ വെജ് ഒക്കെ ഉള്ളത്. ഉണക്കമീനാണെന്ന് പോലും ഇവിടുത്തെ മീൻ, എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ഫൈനലി അവിടെ നിന്ന് നടന്നു പോവാണ്. പോകുന്ന വഴിക്കൊക്കെ പൊരിക്കടയുണ്ട്, പൊരിയും ഇതൊന്നും വാങ്ങിയില്ല കേട്ടോ. അത്ര ക്രേസ് ഇല്ല എനിക്ക് അതിനോടൊന്നും. പിന്നെ അങ്ങനെ അഴകിയ ഭഗവതി ക്ഷേത്രം നമ്മൾ വന്ന ഭാഗത്ത് തന്നെ, അതിൻ്റെ മുമ്പിൽ തന്നെ എത്തും. ഇവിടെ വെച്ച് ഊബർ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. നിങ്ങൾക്ക് ലൊക്കേഷൻ വല്ല ഊബറിലും കൊടുക്കണമെങ്കിൽ പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിൽ ലൊക്കേഷൻ കൊടുത്താൽ മതി കേട്ടോ. പോകുന്നവരൊന്ന് പോയിട്ട് കേട്ടോ. അത്യാവശ്യം കാണാനുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കാണാം. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ തോന്നി. ഈ മാളിലൊക്കെ പോകുമ്പോൾ പൈസ പെട്ടെന്ന് കണക്ക് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ ആരും. എനിക്ക് ഈ അമ്പലത്തിൽ വരണമെന്നുണ്ട്, ഇനി തിരക്കില്ലാത്തൊരു ദിവസം വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.